ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റിലേക്ക് പോവാം. അനീഷാണ് ആദ്യം നോമിനേറ്റ് ചെയ്യാനായിട്ട് വന്നത്. ഒരു ക്ലാസ് പേഴ്സൺ ആണ് അനീഷ്. അനീഷിന് കുറെ മിസ്റ്റേക്സ് ഒക്കെ അനീഷ് ചെയ്തിട്ടുണ്ടെങ്കിലും അടിപൊളി മനുഷ്യനാണ് കേട്ടോ, പറയാതിരിക്കാൻ പറ്റില്ല. നൈസ് പേഴ്സൺ എന്ന് വെച്ചാൽ നമുക്ക് അങ്ങനെ വെറുപ്പ് തോന്നൂല. അയാൾ എന്തെങ്കിലുമോ കാണിക്കുമ്പോൾ ചിലപ്പോൾ ദേഷ്യം വന്നാലും പിന്നീട് എന്തോ അയാളോട് ഒരു ഇഷ്ടം തോന്നും. കാരണം അയാൾ വളരെ വളരെ നല്ലൊരു മനുഷ്യനായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്നും ഇയാൾ ഇങ്ങനെ ആയിരിക്കുമെന്നൊന്നും എനിക്കറിയത്തില്ല. എനിക്ക് തോന്നിയ ഒരു അഭിപ്രായം പറഞ്ഞു എന്നേ ഉള്ളൂ. ഇന്നിപ്പോൾ അനീഷ് നോമിനേറ്റ് ചെയ്തത് ഒന്ന് അഭിലാഷിന്റെ പേരാണേ. അതായത് അഭിലാഷ് കാണിച്ച ഒരു അഗ്രസീവ് ആയിട്ടുള്ള ഒരു ആക്ട് ഉണ്ടല്ലോ ഇന്നലെ. എനിക്ക് തോന്നുന്നു, ഞാൻ വീണ്ടും പറയാം, കുറെ ആൾക്കാർ ഈ ലൈവ് കാണാതെ എപ്പിസോഡ് മാത്രം കാണുന്നവർക്ക് ദയവേത് മനസ്സിലാക്കുക, നിങ്ങൾക്കത് മനസ്സിലാവില്ല. ഇന്നലെ എപ്പിസോഡ് കണ്ടിട്ട് ചെരുപ്പറിയുന്ന വിഷയമൊക്കെ വളരെ സീരിയസ് ആയിട്ട് സംസാരിക്കാന്ന് പറഞ്ഞിരുന്ന ആളാണ് ഞാൻ. പക്ഷെ എൻ്റെ ശ്രദ്ധ കുറവുകൊണ്ട് എപ്പിസോഡ് ഞാൻ ശ്രദ്ധിച്ചു പോലുമില്ല. ഞാൻ ലൈവ് കണ്ടങ്ങ് ഇരുന്നു പോയി. ഈ ഇഷ്യൂസും എപ്പിസോഡും ഒക്കെ അടുത്തടുത്ത സമയത്താണ് നടന്നത്. അപ്പം ലൈവാണ് ഞാൻ ഇന്നലെ ഫുള്ള് കണ്ടത്. ഈ അഭിലാഷൊക്കെ ഇന്നലെ വിളിച്ച തെറികളും കാണിച്ചു കൂട്ടിയ ആ ഒരു പ്രകടനങ്ങളും കണ്ടിട്ട് തന്നെയാണ് ഇന്നലെ അതിനെ വിമർശിച്ചുകൊണ്ട് നമുക്ക് സംസാരിക്കേണ്ടി വന്നത്. അഭിലാഷ് ഇന്നലെ ആര്യൻ ചെയ്ത, അല്ലെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന പലരും ചെയ്ത തെറ്റിനെ തിരുത്താൻ വേണ്ടി ഉപയോഗിച്ച ഭാഷയും കാണിച്ചു കൂട്ടിയ പ്രശ്നങ്ങളും വളരെ സീരിയസ് ആണ്. റെനേയുടെ അടുത്ത് ഉൾപ്പെടെ അയാൾ പറഞ്ഞ കാര്യങ്ങൾ ഒരു തരത്തിൽ യോജിക്കാൻ പറ്റുന്നതല്ല. രണ്ടാമത് ഇതേ കാര്യം തന്നെയാണ് കേട്ടോ അനീഷ് പറഞ്ഞ് നോമിനേറ്റ് ചെയ്തത്. രണ്ടാമത് അനീഷ് നോമിനേറ്റ് ചെയ്തതെന്ന് പറയുന്നത് ഒണീലിനെയാണ്. ഒണീൽ ഇന്നലെ അവിടെ കാണിച്ച ഷോഫ്, ഉപയോഗിച്ച വാക്കുകൾ, റെനേയുടെ അടുത്തൊക്കെ പറഞ്ഞ വാക്കുകളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുച്ഛം തോന്നിപ്പോയി ആ മനുഷ്യനോട് ഇന്നലെ. സീരിയസ്ലി എടോ, ദേഷ്യം വരും, നമ്മൾ റിയാക്ട് ചെയ്യും. പക്ഷെ ഉപയോഗിക്കുന്ന വാക്കുകൾക്കൊരു മര്യാദയുണ്ട്. ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമാണ്. ചിലപ്പോൾ ആ പെൺകുട്ടി കുറച്ച് ഓവർ റിയാക്ട് ചെയ്യുന്നുണ്ടാവും. എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല റെനയുടെ ഗെയിം, ശരിയാണ്, ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആണ്. പക്ഷെ അവിടെ നമുക്കൊരു വ്യക്തിത്വം വേണം, നമുക്കൊരു പേഴ്സണാലിറ്റി ഉണ്ട്. അവരങ്ങനെയാണെങ്കിൽ അതിനേക്കാളും തറയുടെ മേൽ തറയായിട്ടല്ല നമ്മൾ റിയാക്ട് ചെയ്യേണ്ടത്. ഒരു മര്യാദയുണ്ട്. ആ മര്യാദ ഇന്നലെ അവിടെ ഒണിയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. ഈ കാര്യം വ്യക്തമായ അക്കമിട്ട് പറഞ്ഞുകൊണ്ടാണ് അനീഷ് ഇവരെ രണ്ടുപേരെ നോമിനേറ്റ് ചെയ്തത്. മാത്രമല്ല, ആര്യനോട് പറയാൻ ധൈര്യമില്ലാത്തത് കൊണ്ടാണ് ഇവര് രണ്ടുപേരും റെനയുടെ പുറകെ പോയതെന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ, അത് ഇൻഡയറക്ട്ലി അവിടെ അനീഷ് പറഞ്ഞിട്ടാണ് പോയത്. അതായത് ഇത് ആരാണോ ചെയ്തത് ആ ആളിനോട് പറഞ്ഞില്ല, പകരം റെനയുടെ അടുത്താണ് ചാടിക്കൊണ്ടിരുന്നതെന്ന് അനീഷ് പറഞ്ഞു. അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും ഈ സീസണിൽ മുഴുവൻ ജയിലിൽ കിടക്കേണ്ടവരാണ്, അത് പറ്റൂല, തൽക്കാലം ഈ ആഴ്ച അതുകൊണ്ട് പോയി കിടന്നോ എന്ന് പറഞ്ഞിട്ടാണ് അനീഷ് നോമിനേഷൻ അവസാനിപ്പിച്ചത്. പൊളിയായിരുന്നു, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം.